2026 ജനുവരി മാസം 29-ാം തീയതി വ്യാഴാഴ്ച KBCയുടെ സൂം പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ബയോട്ടോറിയം ഗുഡ് മോർണിംഗ്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ വെളുപ്പാൻ കാലത്ത് തണുപ്പുള്ള ഈ സമയത്ത് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഈ കമ്പനിയെക്കുറിച്ച്, ഈ ബയോട്ടോറിയം കമ്പനിയെക്കുറിച്ച് അറിയുന്നതിനും അതിൻ്റെ പ്രൊഡക്റ്റും എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വന്ന എല്ലാവർക്കും നമസ്കാരം. കൂടാതെ നമ്മളുടെ സൂമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ്, അതുപോലെ ഈ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ആദ്യ ചുവട് വെച്ച് വന്ന നവാഗതർക്കും സ്വാഗതം. നമ്മളുടെ കമ്പനിയുടെ CMD ആയ ഡോക്ടർ സാഗർ ജോഷി സാർ, അദ്ദേഹത്തിന്റെ മഹത്തായ ഈ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് നമ്മൾക്കേവർക്കും ആഹ്ലാദകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം സൃഷ്ടിച്ചു തന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. 2008 പ്രവർത്തനം ആരംഭിച്ച നമ്മളുടെ ഈ ബയോട്ടോറിയം കമ്പനി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലൂടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായി, ഒരു ശക്തിയായി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അശ്വമേധം എന്ന കണക്കെയാണ്. നമ്മളുടെ ഈ ചുരുങ്ങിയ സമയത്തെ വളർച്ചയും, അതുപോലെ ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് പോലും ജനസമൂഹത്തിന് നൽകാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിത വരുമാന മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ MD ഡോക്ടർ സാഗർ ജോഷി സാർ, അങ്ങനെ മഹത്തായ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാക്കി കടന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരെയും ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ KBCയുടെ ഈ സൂം പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും 6 മണിക്ക് എന്തിനു വേണ്ടിയാണ്, എന്താണ് ഇതിൽ കൂടി നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്നുള്ള ആകാംക്ഷയോടുകൂടി ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് നമ്മളുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഈ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതിന് കഴിവുറ്റ, അതുപോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, ചെറുപ്പകാലം മുതൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിച്ച് തൻ്റെതായ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മഹാവ്യക്തിത്വം, ആ വ്യക്തിയാണ് MP രാമചന്ദ്രൻ സാർ. ഇന്ന് നമ്മളോട് സംവാദിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ആ മനോഹരമായ ജീവിത ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുന്ന അദ്ദേഹത്തെ സ്നേഹാദരപൂർവം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതത്തോടുകൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ, രാമചന്ദ്രൻ സാർ. ഓക്കെ, താങ്ക് യു. പ്രിയങ്കരനായ സാറ്, ബെന്നി സാറ്, ഗുരുതുല്യരായ സീനിയേഴ്സ്, എനിക്ക് അത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്ക് ഒരു ദിവസം കൂടി കിട്ടി. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മുടെ സൂം മീറ്റിംഗ് ആണ്. ഇന്നത്തെ സൂം മീറ്റിംഗിന്റെ വിഷയം മാഗ്നത്തോറപ്പിയാണ്. ഒരു യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ് മാഗ്നറ്റിക് എനർജി. ഇന്നിപ്പോ ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ നോക്കുന്നത് മാഗ്നത്തോറപ്പിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. കാരണം അത്രയും ഹീലിംഗ് നമ്മുടെ മാഗ്നത്തോറപ്പിയിൽ കിട്ടുന്നുണ്ട്. ഈ മാഗ്നത്തോറപ്പി എന്ന് പറഞ്ഞൊരു പുതിയ ചികിത്സാ സമ്പ്രദായമല്ല. അറിയപ്പെടുന്ന രേഖകൾ വെച്ച് നോക്കുമ്പോൾ അഥർവവേദത്തിൽ ഒരു അധ്യായം തന്നെ മാഗ്നത്തോറപ്പിയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അഥർവവേദത്തില് ഒരു അധ്യായം തന്നെ മാഗ്നത്തോറപ്പിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് മാഗ്നത്തോറപ്പി. യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ്.
ഇനി സിദ്ധവൈദ്യത്തിലും മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സിദ്ധവൈദ്യത്തിൽ പറയുന്ന ഒരു കാര്യം, ഇരുമ്പിനേക്കാൾ 100 മടങ്ങ് കഴിവ് ഉരുക്കിനുണ്ട്, ഉരുക്കിനേക്കാൾ 100 മടങ്ങ് കഴിവ് കാന്തത്തിനുണ്ട്. ആ കാലഘട്ടത്തിലെ കാന്തം എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റ് ആണ്. ഭൂമിക്ക് മുകളിൽ വിളയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബയോമാഗ്നറ്റ് ആണ്. സിദ്ധവൈദ്യത്തില് മാഗ്നറ്റ് തെറാപ്പി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ ബയോമാഗ്നറ്റ് നീട്ടി ഉണ്ടാക്കുന്ന ഭസ്മം, അതിന്റെ കാന്തലോഹ ഭസ്മം എന്നാണ് പറയുന്നത്. പല ചികിത്സയിലും അത് ഉപയോഗിക്കുന്നുണ്ട്. പൊറുക്കാത്ത വ്രണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചികിത്സയിൽ ഈ കാന്തലോഹ ഭസ്മം ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധവൈദ്യം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയുള്ള ഒരു വൈദ്യശാസ്ത്രമാണ്. അതിൽ ആയുസ് വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും യൗവനം നിലനിർത്താനും കാന്തലോഹ ഭസ്മം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ഹോമിയോയുടെ ഉത്ഭവം നമ്മളെ ഹാനിമാനിൽ നിന്നാണ്, ഡോക്ടർ ഹാനിമാനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹോമിയോ അധ്യായം മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഈശ്വരന്റെ വരദാനമുള്ള ഒന്നാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് അദ്ദേഹം പറയുന്നത്. അവിടെയും കാന്തം ആവർത്തിച്ച് മരുന്നുണ്ടാക്കി പല രോഗശമനത്തിനു വേണ്ടി കാന്തത്തിൽ നിന്നുള്ള മരുന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത് ഒരു പുതിയ ചികിത്സാ സമ്പ്രദായമല്ല, പുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായം. ഇത് യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ്. ഇത് ഇത്രയും വ്യാപകമാക്കി മാറ്റിയത് സ്വിറ്റ്സർലൻഡിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാർസ് പറയുന്ന ആ കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു ഭിഷുകാരനായിരുന്നു. അദ്ദേഹം 100% രോഗശമനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാരെ പോലെ രോഗശമനം ഉണ്ടാകാൻ വേണ്ടി കണ്ടുകൊടുക്കുന്ന ഒരാളല്ല. 100% രോഗത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അലോപ്പതി മരുന്നുകൊണ്ട് 50% വരെ സാധ്യത കിട്ടുന്നുള്ളു. അദ്ദേഹം നിലവിലുള്ള നാച്ചുറോപ്പതി, വാട്ടർ തെറാപ്പി അതേപോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രയോജനപ്പെടുത്തി ഒരു 70% വരെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോഴും 100% റിസൾട്ടിലേക്ക് കിട്ടുന്നില്ല. അങ്ങനെ പുരാതന ചികിത്സാ സമ്പ്രദായമായ മാഗ്നറ്റിക് തെറാപ്പി പ്രയോജനപ്പെടുത്താനായിട്ട് തയ്യാറായത്. ഏറ്റവും അവസാനമായിട്ട് എല്ലാ പുരുഷന്മാരും മാഗ്നറ്റിക് തെറാപ്പി ഏറ്റവും അവസാനം പ്രയോജനപ്പെടുത്താൻ തയ്യാറാവുള്ളൂ. കാരണം ഏത് വൈദ്യശാസ്ത്രം എടുത്തു നോക്കിയാലും ഒന്നുകൂടി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഏത് വൈദ്യശാസ്ത്രമാണെങ്കിലും അകത്ത് എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാത്രമേ രോഗം മാറുള്ളൂ എന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർ വിശ്വസിക്കുന്നത്. ഇവിടെ അകത്തൊരു മരുന്നും കഴിക്കാതെ, ഓയിൻമെന്റ് പുരട്ടാതെ, ഇഞ്ചക്ഷൻ എടുക്കാതെ, ഓപ്പറേഷൻ ചെയ്യാതെ, പുറമെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് രോഗം മാറ്റുന്ന, ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്ന, ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തെ സംബന്ധിച്ച് വിശ്വസിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് തയ്യാറാവില്ല. അത് തന്നെ ഡോക്ടർ പാരസെൽസ് ഏറ്റവും അവസാനം മാഗ്നറ്റിക് തെറാപ്പി പരീക്ഷിക്കാനായിട്ട് തയ്യാറായത്. അത്ഭുതം എന്ന് പറയട്ടെ, 100% റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ 100% റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് എനർജി മനുഷ്യ ശരീരത്തിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനേകം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് എന്തുകൊണ്ട് മാഗ്നറ്റിക് എനർജി സാധിക്കുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ഗവേഷണം നടത്തി. ആ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് ശരീരത്തിന്റെ ഡിസോർഡർ. ആ സെൽ വോൾട്ടേജിനെ കറക്റ്റ് ചെയ്യാനും ശരീരത്തിന്റെ ഡിസോർഡറിനെ ഓർഡർ ആക്കാനും മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ലോകത്തെ ആദ്യമായിട്ട് അറിയിച്ചത് ഡോക്ടർ സാർസ് ആണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മെസ്മർ. മെസ്മരിസം ഒക്കെ കണ്ടെത്തിയത് ഈ മെസ്മറാണ്. ഈ മെസ്മറിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു അധ്യായം മുഴുവൻ അത്ഭുതകരമായ മാഗ്നറ്റിക് തെറാപ്പിയുടെ റിസൾട്ട് ഉണ്ട്.
അതിൽ അദ്ദേഹം ഒരു ടെസ്റ്റിമോണിയലെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു യുവതി, അവർക്ക് ചുഴലിദീനമാണ്, പാട കൂടിയതുപോലെ ഒരു മരുന്നിനും അവരെ ശമിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഓരോ ദിവസം കഴിയുന്നതും പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ അത്ഭുതകരമായ റിസൾട്ട് അവർക്ക് കിട്ടിയത് മെസ്മറിന്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുതിയ ചികിത്സാ സമ്പ്രദായമല്ല. റഷ്യൻ ശാസ്ത്രജ്ഞനായ സാസ് പറയുന്നത് മനുഷ്യ ശരീരം ഒരു വലിയ അത്ഭുതമാണെന്ന് പറയുന്നത്. വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഒരു വലിയ അത്ഭുതമാണ് മനുഷ്യ ശരീരം. ഇന്നത്തെ ആധുനിക ഏത് യന്ത്രത്തിനെയും വെല്ലുന്നതാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തെ കുറിച്ച് ഇന്നും കണ്ടെത്താനായിട്ട് മനുഷ്യൻ സാധിച്ചിട്ടില്ല. ഈ കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെയും ആധുനിക ശാസ്ത്രം പറഞ്ഞിരുന്നത് മനുഷ്യ ശരീരത്തിൽ 78 ഓർഗൻ പാർട്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ 80 ഓർഗൻ പാർട്സ് ഉണ്ടെന്ന് പറയുന്നത്. ഈ 2 ഓർഗൻ പാർട്സ് ഈ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് പുതുതായിട്ട് വന്നതല്ല. മനുഷ്യൻ ജനിച്ച അന്ന് തുടങ്ങി ഈ ഓർഗൻ പാർട്സ് എല്ലാം മനുഷ്യ ശരീരത്തിലുണ്ട്. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന് ഇപ്പോഴും മാത്രമേ അത് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. അത്രയും സങ്കീർണമാണ് മനുഷ്യ ശരീരം. ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പൊ നമ്മളെ ഹൃദയം, അമ്മയുടെ ഉദരത്തില് നമ്മൾ ജനിച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഏതാണ്ട് 300 ഗ്രാം മാത്രമേ ഭാരം വരുന്നുള്ളൂ. മുഷ്ടിയുടെ അത്ര മാത്രമേ വലിപ്പം വരുന്നുള്ളൂ. ഈ ഹൃദയത്തിന്റെ മാത്രം പ്രവർത്തനം നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു ദിവസം 1,00,000 തവണ മിടിക്കുന്നുണ്ട്. ഒരു മിടിപ്പിന് വേണ്ടി വരുന്ന സമയം 0.8 സെക്കൻഡാണ്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 72 പ്രാവശ്യം മിടിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ നമ്മളെ ഹൃദയം ഒരു ദിവസം 1,00,000 തവണ മിടിക്കുന്നുണ്ട്. ഇത് 70-80 മില്ലി ബ്ലഡ് ആണ് ഒരു മിടിപ്പിൽ ആരോഗ്യമുള്ള ഒരു ഹൃദയം പമ്പ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് മാറും. ആരോഗ്യമുള്ള ഒരു ഹൃദയം 0.8 സെക്കൻഡ് സമയം കൊണ്ട് ഒരു തവണ മിടിക്കുമ്പോൾ 70-80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്താൽ മാത്രമേ 5-5.5 ലിറ്റർ ബ്ലഡ് ഒരു മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്തുള്ളൂ. അതാണ് ആരോഗ്യമുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 300 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 7,200 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഈ 300 ഗ്രാം മാത്രം ഭാരം വരുന്ന, മുഷ്ടിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള നമ്മളെ ഹൃദയം ഒരു ദിവസം 7,200 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം 38 ദശലക്ഷം മിടിപ്പാണ് ഹൃദയത്തിനുള്ളത്. ബ്ലഡ് സർക്കുലേഷന്റെ ധർമ്മം എന്താണ്? നമ്മളുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾ ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. ആ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായാൽ മാത്രമേ ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ആരോഗ്യത്തോടെ ജനിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും ആയുസ് ഒടുങ്ങുന്നത് വരെ ആരോഗ്യത്തോടെ മരിക്കാനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായാൽ മാത്രം സാധിക്കും. അപ്പൊ ഈ 300 ഗ്രാം മാത്രം ഭാരം വരുന്ന, മുഷ്ടിയുടെ അത്ര മാത്രം വലിപ്പമുള്ള ഹൃദയം അമ്മയുടെ ഉദരത്തിൽ വെച്ച് പ്രവർത്തനം ആരംഭിച്ച് മരണം വരെ ഇത് നിർത്താതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് വേണ്ട എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളെ വീട്ടിലുള്ള ഒരു മോട്ടോർ പമ്പ് ചെയ്യാനായിട്ട് ഇതുവരെ ഇലക്ട്രിസിറ്റി വേണം. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ ചോദ്യം. ഇത് തന്നെയാണ് SRS ചോദിക്കുന്നത്. ഈ അത്ഭുതകരമായ യന്ത്രം പ്രവർത്തിക്കാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം എടുത്ത് നോക്ക്. ഇപ്പൊ കണ്ണിലെ റെറ്റിനയിൽ പ്രകാശ സംവേദനക്ഷമമായ 10 കോടി കോശങ്ങളുണ്ട്. നമ്മളെ കണ്ണിന്റെ റെറ്റിനയിൽ മാത്രം 10 കോടി കോശങ്ങളുള്ളത്. 324 ഫ്ലെക്സിൽ കാഴ്ച നിലവാരമാണ് കണ്ണിനുള്ളത്. നമ്മളെ മൊബൈലിൽ എത്രയുണ്ട്? നമ്മൾ കണ്ണിന് പവർ നോക്ക്. അതുപോലെ നമ്മളെ കിഡ്നി ഏതാണ്ട് 1.2 ദശലക്ഷം ഫിൽറ്ററിങ് യൂണിറ്റ് ഉള്ള കിഡ്നിയാണ്. 1.2 ദശലക്ഷം ഫിൽറ്ററിങ് യൂണിറ്റ് ആണ് കിഡ്നിക്കുള്ളത്. അപ്പൊ കിഡ്നിയുടെ പ്രവർത്തനം ഒന്ന് എടുത്ത് നോക്കിയേ. ഇനി നമ്മളെ തലച്ചോറ് ഈ പ്രപഞ്ചം എങ്ങനെയാണോ ആ രീതിയിലാണ് ഒരു മനുഷ്യന്റെ തലച്ചോറ്. ഈ പ്രപഞ്ചം എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മളെ തലച്ചോറ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. നമ്മളെ തലച്ചോറിൽ കോടാനുകോടി ന്യൂറോൺസ് ഉണ്ട്. ഒരു നഗരത്തെ ചാമ്പലാക്കുന്ന അണുശക്തിയാണ് നമ്മളെ തലച്ചോറിലുള്ളത്.
ഏതാണ്ട് 1300 ഗ്രാം മാത്രം ഭാരമാണ് നമ്മളെ തലച്ചോറിനുണ്ട്. തലച്ചോറിന്റെ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടാനുകോടി വർഷങ്ങളുടെ പരിണാമമാണ് നമ്മുടെ തലച്ചോറ്. നമ്മളെ പൂർവികർക്ക് ഇല്ലാത്ത എന്തുമാത്രം കഴിവാണ് നമുക്കുള്ളത്. നമുക്കില്ലാത്ത എന്തുമാത്രം കഴിവാണ് നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്കുള്ളത്. കാരണം തലച്ചോറിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അത് പരിണാമത്തിന് വിധേയമായിട്ട് മാറുന്നുണ്ട്. ഏതാണ്ട് 80 മില്യൺ ന്യൂറോൺസ് ആണ് നമ്മളെ തലച്ചോറിലുള്ളത്. അതിന്റെ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്കൂട്ടി എടുക്കാൻ പറ്റൂല. അപ്പൊ ഈ തലച്ചോറ് ഇതാണ് നമ്മളുടെ പ്രധാന നാഡീവ്യൂഹം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത്? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ളത് എന്തെല്ലാമാണ്? ഈ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങള്, മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങള് 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തില് 37.4 കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങളില് ഇലക്ട്രോൺസ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്, DNA ഉണ്ട്. ഒരു DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോശത്തിലുള്ള ഒരു DNA എന്ന് പറഞ്ഞാൽ 10,000 പേജുള്ള ഒരു ബുക്കിന് തുല്യമാണ്. ഒരു 10,000 പേജുള്ള ഒരു ബുക്കിൽ എന്തെല്ലാം ഇൻഫർമേഷൻ ഉണ്ടോ അത്രയും ഇൻഫർമേഷൻ ഉണ്ട്. അമ്മയുടെ അണ്ടത്തില് അച്ഛന്റെ ബീജം പതിക്കുമ്പോൾ ഏകകോശമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. ആ ഏകകോശമായിട്ട് ജനിക്കുന്ന ആ കോശത്തിൽ ഒരു DNA ഉണ്ട്. ആ DNA 10,000 പേജുള്ള ഒരു ബുക്കിലുള്ള അത്രയും ഇൻഫർമേഷൻ ഉണ്ട്. ഏകകോശമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ മുടിയുടെ നിറം, നമ്മളുടെ കണ്ണിന്റെ നിറം, നമ്മളുടെ ത്വക്കിന്റെ നിറം, നമ്മളുടെ പൊക്കം, നമ്മളുടെ പൂർവികരുടെ ചരിത്രം മുഴുവനും ആ DNA-ലുണ്ട്. നമ്മളെ പൂർവികർക്ക് ഏതെല്ലാം പ്രായത്തിൽ എന്തെല്ലാം രോഗം വന്നിട്ടുണ്ട്, ആ രോഗങ്ങള് പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് വരാനുള്ള സാധ്യത വരെ ആ DNA-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോശത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെയുള്ള DNA, അങ്ങനെയുള്ള ആ കോശങ്ങൾ കൂടി ചേർന്ന ടിഷ്യൂസ് ഉണ്ട്. ഏതാണ്ട് 80ഓളം ഓർഗൻ പാർട്സ് ഉണ്ട്, അല്ലെ? 11 സിസ്റ്റം ഉണ്ട്, 11 വ്യവസ്ഥകളുണ്ട്. എത്ര അത്ഭുതകരമാണ് മനുഷ്യ ശരീരം ആലോചിച്ച് നോക്കി. അപ്പൊ ഇങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരം പ്രവർത്തിക്കാനുള്ള എവിടെ നിന്നാണ് ഈ ഊർജം കിട്ടുന്നത്? മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഊർജ ശരീരം സജീവമായാൽ ഭൗതിക ശരീരം സൗഖ്യത്തിലാവും. നമ്മളെ ഭൗതിക ശരീരം സൗഖ്യത്തിലാകണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? നമുക്കൊരു ഊർജ ശരീരമുണ്ട്. ഈ പറയുന്ന ഒരു ഊർജ ശരീരം 37.4 ലക്ഷം കോടി കോശങ്ങള്, ഓരോ കോശങ്ങൾക്കുള്ളിലുള്ള DNA, ടിഷ്യൂസ്, ഓർഗൻ പാർട്സ്, 11 വ്യവസ്ഥകള്, ഇതെല്ലാം കൂടി ചേർന്ന അത്ഭുതമാണ് മനുഷ്യ ശരീരം. ആ ഊർജ ശരീരം സജീവമാകുമ്പോഴാണ് ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നത്. ഈ ഊർജ ശരീരം സജീവമാകാനുള്ള ഊർജം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് തന്നെയാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ SR ചോദിക്കുന്നത്. ഇതിനുള്ള ഏകദേശ ഒരു മറുപടിയാണ് നമ്മളെ പാരസെൽസ് എന്ന് പറഞ്ഞ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞത്. കാരണം നമ്മളെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഓരോ കോശങ്ങൾക്കും ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് രോഗങ്ങൾ. ഹൃദയം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും തലച്ചോറ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും 11 വ്യവസ്ഥകൾ ഒരേപോലെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിലും 37.4 ലക്ഷം കോടി കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും നമ്മളെ ടിഷ്യൂസും ഓർഗൻ പാർട്സും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി ആവശ്യമാണ്. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ എനർജി നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. പ്രകൃതിയിലൊരു ശക്തിയുണ്ട്. ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയിട്ടുള്ള ഓരോരു ഗ്രഹം ഭൂമി മാത്രമാണ്. മറ്റൊരു ഗ്രഹങ്ങളിലും ഇന്ന് വരെ ജീവന്റെ തുടിപ്പ് പോലും കണ്ടെത്തിയിട്ടില്ല. ഭൂമിയിൽ വ്യത്യസ്തമായ കോടാനുകോടി ജീവജാലങ്ങൾ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ജീവജാലങ്ങളുള്ളതിന്റെ കാരണം? അപ്പൊ നമ്മൾ പറയും ഇവിടെ പ്രാണവായു ഉണ്ട്, ഇവിടെ ജീവജലമുണ്ട്, നമുക്ക് ജീവികൾക്ക് താമസിക്കാനുള്ള അനുകൂല സാഹചര്യം ഉണ്ട്. ആ അനുകൂല സാഹചര്യം എന്താണ്? മറ്റു പല ഗ്രഹങ്ങളിലും വാതകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു പല ഗ്രഹങ്ങളിലും വെള്ളത്തിന്റെ ഐസ് രൂപത്തിലുള്ള വെള്ളം കണ്ടെത്തിയിട്ടുണ്ട്.
പക്ഷെ അവിടെ ഒന്നും ജീവജാലങ്ങളില്ല. ഇവിടെ ഭൂമിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഭൂമിയുടെ ഉൾക്കാമ്പില് ഒരു ഈ ഇരുമ്പയിരുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 6000 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1500 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളക്കുമ്പോൾ, ഇരുമ്പ് തിളക്കുമ്പോൾ അത് പച്ചവെള്ളം പോലെ തിളക്കും. 1500 ഡിഗ്രി, ഇത് 6000 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നിക്കൽ സമുദ്രമാണ്. അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ 24 മണിക്കൂർ കറങ്ങുമ്പോൾ ഒരു ദിവസമാണ്. ഭൂമി അങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങാനായിട്ട് 1 മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയാണ് കറങ്ങുന്നത്. 1 മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ 24 മണിക്കൂർ കൊണ്ട് സ്വയം കറങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ സൂര്യനെ വലം വെക്കുന്നുണ്ട്. ഈ പ്രക്രിയയിൽ ഒരു വലിയ വിദ്യുശക്തി ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഊർജം. ഒരു വലിയ വിദ്യുശക്തി ഉണ്ടാകുന്നുണ്ട്. ഈ വിദ്യുശക്തി ഭൂമിയുടെ മുകളിലേക്ക് വരുമ്പോൾ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറുന്നുണ്ട്. അത് നേരിട്ട് ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറണല്ല, ഒരു മാഗ്നറ്റിക് പവർ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഭൂമി ഒരു വലിയ കാന്തമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭൂമിക്ക് നോർത്ത് പോളുണ്ട്, ഭൂമിക്ക് സൗത്ത് പോളുണ്ട്. ഭൂമി ഒരു വലിയ കാന്തമാണ്. ഈ മാഗ്നറ്റിക് പവർ ആണ് ഭൂമിയിൽ ജീവിക്കുന്ന കോടാനുകോടി ജീവജാലങ്ങളുടെ ഊർജ സ്രോതസ്. ഈ മാഗ്നറ്റിക് പവർ ആണ് ഏതാണ്ട് 5 ലക്ഷത്തോളം സുഷിരങ്ങളാണ് ഈ മാഗ്നറ്റിക് പവർ ആഗിരണം ചെയ്യാനായിട്ട് മനുഷ്യ ശരീരത്തിലുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഈ മാഗ്നറ്റിക് പവർ ആഗിരണം ചെയ്യാനുള്ള ചാർജറാണ് നമ്മളെ കാൽപാദം. കാൽപാദത്തിൽ കൂടിയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നത്. ഈ മാഗ്നറ്റിക് പവർ ആണ് ജീവജാലങ്ങള് ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആക്കി മാറ്റും, കൺവേർട്ട് ചെയ്യും. ഈ മാഗ്നറ്റിക് പവറിനെ നമ്മൾ മനുഷ്യ ശരീരം കൺവേർട്ട് ചെയ്യും. അതൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറും. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് നമ്മളെ കോശങ്ങളുടെ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മളെ ഹൃദയത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കൊടുക്കുന്നത്. നമ്മളെ തലച്ചോറിന് 25 വാട്ട്സ് കറണ്ട് വേണം. 25 വാട്ട്സ് കറണ്ട്. അപ്പൊ നമ്മളെ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആ 25 വാട്ട്സ് കറണ്ട് കൊടുക്കുന്നത് ഈ മാഗ്നറ്റിക് പവർ ഡൈവേർട്ട് ചെയ്ത ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ്. അപ്പൊ മനുഷ്യ ശരീരം, ഈ സങ്കീർണമായ മനുഷ്യ ശരീരം ഈ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വേണം. ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കിട്ടുന്നത് നമ്മളെ ഈ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവറിൽ നിന്നാണ്. അവിടെ നമുക്ക് ഒരു കാര്യം എടുത്തു നോക്കാം. ഭൂമിയിൽ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്, ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, സിദ്ധവൈദ്യം ഉണ്ട്, യുനാനി ഉണ്ട്, അല്ലെ, യോഗയുണ്ട്, ഹോമിയുണ്ട്. അങ്ങനെ എന്തെല്ലാം ചികിത്സാ സമ്പ്രദായങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളത്. ഈ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ വളർന്ന മൃഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അല്ലാണ്ട് വേറെ ഒരു ജീവജാലങ്ങൾക്കും ഒരു ഹോസ്പിറ്റലും ഇന്ന് വരെ ഇല്ല. എന്തുകൊണ്ടാണ് മനുഷ്യ വളർന്ന മൃഗങ്ങൾക്കും ഇത്രയേറെ ഹോസ്പിറ്റൽ വരുന്നത്, ഇത്രയേറെ രോഗങ്ങൾ വരുന്നതിന്റെ കാരണം എന്താണ്? കാരണം നമ്മളെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന് വ്യതിയാനം സംഭവിക്കുന്നത്. നമ്മളെ ഹൃദയത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. അതുകൊണ്ട് ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഓരോ കോശങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. ആ കോശങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സെൽ വോൾട്ടേജ് കറക്റ്റ് ആകുന്നില്ല. ആ സെൽ വോൾട്ടേജിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഡിസോർഡർ ആകുന്നുണ്ട്. അപ്പൊ മനുഷ്യ ശരീരം ഡിസോർഡർ ആകുന്നതിന്റെ ഏക കാരണം നമ്മളുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യന് കിട്ടുന്നില്ല? ഇവിടെ നമ്മള് ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫസർ വിവേകാനന്ദൻ സാറ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോശമായ കണ്ടുപിടുത്തം ചെരുപ്പാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ലോകത്തിലെ ഏറ്റവും മോശമായ കണ്ടുപിടുത്തം ചെരുപ്പാണ്. ഈ ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ നമ്മളെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നഗ്നപാതരായിട്ട് നമ്മൾ മണ്ണിലും പുരയിലും ചെളിയിലും ചവിട്ടി നടക്കുന്നില്ല. കാൽപാദത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. ആ മാഗ്നറ്റിക് പവർ കിട്ടിയാൽ മാത്രമേ അത് ഡൈവേർട്ട് ചെയ്തൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറുള്ളൂ. എങ്കിൽ മാത്രമേ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യുള്ളൂ.
ഹൃദയത്തിൽ പ്രവർത്തിക്കാനുള്ള ബയോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ കിട്ടുള്ളൂ. തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള ബയോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ കിട്ടുള്ളൂ. അതിൽ നിന്ന് വ്യവസ്ഥകളും ക്രമമായിട്ട് മാറുള്ളൂ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കിട്ടേണ്ട മാഗ്നറ്റിക് പവർ മനുഷ്യന് കിട്ടുന്നില്ല. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കിട്ടുന്നുണ്ട്. അവരാരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. ഇനി അന്തരീക്ഷത്തിൽ മാഗ്നറ്റിക് പവർ ഉണ്ട്. നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് പവർ പ്രസരണം ചെയ്യുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിലുള്ള മാഗ്നറ്റിക് പവർ നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇരുമ്പിന്റെ ആധിക്യം വളരെ കൂടുതലാണ്. ഈ അന്തരീക്ഷത്തിലുള്ള മാഗ്നറ്റിക് പവർ നമ്മളുടെ വീട്ടിലുള്ള, നമ്മളുടെ തൊട്ടടുത്തുള്ള ഈ ഇരുമ്പ് ആഗിരണം ചെയ്യും. കാന്തത്തിനെ ആകർഷിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഇരുമ്പിനുണ്ട്. അപ്പൊ ആ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. ആ മാഗ്നറ്റിക് പവറിന്റെ ഡിസോർഡർ ആണ് നമ്മളെ ശരീരം ഡിസോർഡർ ആകുന്നതിന്റെ കാരണം. ഇതാണ് ഇതിന്റെ കാരണം. ഹൃദയം എന്താണ് ചെയ്യുന്നത്? ഹൃദയം ബ്ലഡ് സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മുടെ കോടാനുകോടി കോശങ്ങൾ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ അല്ലെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. അത് ഓക്സിജനുള്ള രക്തമാണ് ഈ പമ്പ് ചെയ്യുന്നത്. ഓക്സിജനുള്ള രക്തം 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് നമ്മളെ ഹൃദയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിന് ആ ധർമ്മം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ആ എനർജി ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തില് ജനങ്ങളുടെ ആരോഗ്യം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യേണ്ട ഹൃദയം 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളു. വളരെ സിമ്പിൾ ആണ് കാര്യം. ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ഡോക്ടർ എടുത്തു നോക്ക്, ശാസ്ത്രജ്ഞൻ എടുത്തു നോക്ക്, സാമൂഹ്യ പ്രവർത്തനം എടുത്തു നോക്ക്, ബുദ്ധിജീവികൾ എടുത്തു നോക്ക്, ഏതൊരു വ്യക്തിനെ എടുത്തു നോക്കിയാലും അവരുടെ ഹൃദയം ആ ധർമ്മം നിറവേറ്റുന്നില്ല. ഒരു മിടിപ്പില് 80 മില്ലിക്ക് പകരം 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളു. എന്തുകൊണ്ട്? 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ഓക്സിജനുള്ള രക്തം കിട്ടുള്ളൂ. ഇവിടെ അതിനു പകരം ഒരു മിനിറ്റില് 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ 3 ലിറ്റർ ബ്ലഡിന്റെ സർക്കുലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നില്ല. ഓക്സിജനുള്ള രക്തം എല്ലാ കോശം 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് കിട്ടുന്നില്ല. കോശങ്ങൾ വീക്കാകുന്നുണ്ട്. കോശങ്ങൾ കൂടിച്ചേരുന്ന ടിഷ്യൂസ് വീക്കാകുന്നുണ്ട്. ടിഷ്യൂസ് കൂടിച്ചേരുന്ന ഓർഗൻ പാർട്സ് വീക്കാകുന്നുണ്ട്. ഓർഗൻ പാർട്സിന് അതിന്റെ ധർമ്മം നിറവേറ്റാൻ സാധിക്കുന്നില്ല. ശരീരം വീക്കാകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സാഗർ ജോഷി സാർ എന്താ ചെയ്തിട്ടുള്ളത്? ലോകത്തിലുള്ള എല്ലാ പരീക്ഷയുടെയും അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. എന്താ പ്രശ്നം? ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല. എന്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല? ഹൃദയത്തിന് അതിന്റെ ധർമ്മം നിറവേറ്റാൻ സാധിക്കുന്നില്ല. ഒരു മിനിറ്റില് 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് പകരം 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളു. ആ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറേ ശരീരത്തിനുള്ളു. ഈ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പിന്റെ ആധിക്യം വളരെ കൂടുതലാണ്. ആ കാരണം കൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. നമ്മൾ ഡിസോർഡർ ആകുന്നുണ്ട്. പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതിനെ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാൻസർ അല്ലെ, പൊറുക്കാത്ത വ്രണങ്ങള്, വെരിക്കോസ് വെയിൻ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എന്തെല്ലാം, തൈറോയ്ഡ്, എന്തെല്ലാം രോഗങ്ങൾ, വിചിത്രമായ രോഗങ്ങളാണ്. ഇവിടെ ഡോക്ടർ പറയുന്നതാണ്, എന്തുകൊണ്ട് വെരിക്കോസ് വെയിൻ വന്ന് എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഡോക്ടർ സുമേഷ് സാർ പറയുന്നുണ്ടല്ല, വെരിക്കോസ് വെയിൻ വന്ന്, എന്തുകൊണ്ട് വെരിക്കോസ് വെയിൻ വന്ന് എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല? ഞങ്ങൾക്ക് അതിന്റെ കാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഹോർമോൺസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല? അതിന്റെ കാരണം ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു രോഗത്തിന്റെയും കാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അടിസ്ഥാനപരമായിട്ട് മനുഷ്യ ശരീരത്തിലുള്ള ഡിസോർഡറിന്റെ ഏക കാരണം നമ്മളുടെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന്റെ കുറവാണ്. എന്തുകൊണ്ട് ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കുറവായി? ഈ ഭൂമിയിലുള്ള, ഈ പ്രകൃതിയിലുള്ള യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമായ മാഗ്നറ്റിക് എനർജി ആഗിരണം ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഇരുമ്പിന്റെ ആധിക്യം വളരെ കൂടുതലാണ്. നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം വളരെ സിമ്പിളാണ്. എങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും?
ഈ പ്രശ്നം പരിഹരിക്കാണ്ട് മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആർക്കാണ് ആരോഗ്യമുള്ളത്? ജനിച്ചു വീണ കുട്ടികളെടുത്ത് നോക്ക്. ഇപ്പൊ തിരുവനന്തപുരം RCC എടുത്ത് നോക്കുകയാണെങ്കിൽ 5 വയസ്സിൽ താഴെയുള്ള 10,000 കുട്ടികളാണ് ക്യാൻസർ ആയിട്ടോടെ ഉള്ളത്, ബ്രെയിൻ ക്യാൻസർ ആയിട്ടോ. കാരണം നമ്മളെ മൊബൈലിന്റെ ഉപയോഗമാണ്, ശക്തമായ റേഡിയേഷനാണ്, നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നുണ്ട്, ശരീരത്തിലുള്ള പ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനെ നശിപ്പിക്കുന്നുണ്ട്, ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങള്, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. നമ്മുടെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന്റെ കുറവാണ്. നമ്മുടെ ശരീരത്തിന് മാഗ്നറ്റിക് പവർ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ശരീരം ഡിസോർഡർ ആകുന്നതിന്റെ പ്രധാന കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോടെക്നോളജിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി സാറ് മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരാശിക്ക് തന്നിട്ടുള്ളതിന്റെ കാരണം. ഇത് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആണ്. ഇത് ഈ മാഗ്നറ്റ് വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഈ മാഗ്നറ്റ് കണ്ടെത്തിയത് ആരാണ്? ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് കണ്ടെത്തിയതാണ്. 50 വർഷമായിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിനെ പറ്റി പറയുന്നത്. വലിയ വലിയ മാറ്റങ്ങളാണ് ഈ ഭൂമി ഉണ്ടാക്കുന്നത്. ഇത് വളരെ റയറായ ഒരു എർത്ത് മൂലകമാണിത്, വളരെ റയറാണിത്, 64ാമത്തെ മൂലകമാണ്. ഈ മൂലകം ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവരാണ് ഈ ഭൂമി അടക്കി വാഴാൻ പോകുന്നത്. ഇത് ചൈനയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ചൈന, ജപ്പാൻ, കൊറിയ. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. മനുഷ്യരാശിയുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിനെ സംബന്ധിച്ചാണ്. റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ഒരിക്കലും ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ അവർ ചർച്ച ചെയ്തത് മനുഷ്യന്റെ ആയുസ് എങ്ങനെ 150 വയസ്സാക്കാന്നുള്ളതാണ്. ചൈനയുടെ നേരെ ആരിലും വിരലിലുണ്ടാത്തതിന്റെ കാരണം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് അവരുടെ കുത്തകയാണ്, അതിന്റെ അസംസ്കൃതം അവരുടെ കുത്തകയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഭാരത സർക്കാർ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് കണ്ടെത്താൻ വേണ്ടി 16,000 കോടി രൂപ മാറ്റിവെച്ചത്. ആദ്യം 9,000 കോടി രൂപ മാറ്റിവെച്ച്, അങ്ങനെ 16,000 കോടി രൂപ മാറ്റിവെച്ച്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നിക്ഷേപം കേരളത്തിൽ കണ്ടെത്തി, നമ്മളെ ചവറയിൽ കണ്ടെത്തി. ആ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. ഒരുപക്ഷെ വരാൻ പോകുന്ന വർഷങ്ങളിൽ ലോക രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ട് മറ്റ് രാജ്യങ്ങളെ അടക്കി ഭരിക്കാൻ പോകുന്ന, മറ്റ് ലോക ചക്രവർത്തിയാകാൻ പോകുന്നത് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ അസംസ്കൃത വസ്തു ഭാരതത്തിന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നൊരൊറ്റ കാരണത്തിലായിരിക്കും. ഇത് ജപ്പാൻകാരാണ് കണ്ടെത്തിയത്. എന്താ ജപ്പാൻകാർ കണ്ടെത്താനുള്ള കാരണം? നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തില് 2 അണുബോംബ് വീണ് തകർന്ന് തരിപ്പണമായി പോയ രാജ്യമാണ് ജപ്പാൻ. ശക്തമായ റേഡിയേഷൻ ആയിരുന്നു. ഒരു 30-35 വയസ്സാകുമ്പോൾ ജപ്പാൻകാർക്ക് എല്ലാവർക്കും തന്നെ ക്യാൻസർ ഒന്ന് മരിച്ചു പോവുകയാണ്. ജനിക്കുന്ന കുട്ടികൾക്ക് വരെ വൈകല്യം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദ്വീപായ പിക്കിനിലാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ രാസായുധങ്ങൾ ഉണ്ടായിരുന്നത്. അതിന്റെ റേഡിയേഷൻ വരെ ജപ്പാൻകാർക്ക് മത്സ്യം പോലും കഴിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നു. കാരണം കടൽ പോലും മാലിന്യമായിട്ട് മാറി. കടൽ മത്സ്യങ്ങൾ പോലും ശക്തമായ അണുപ്രസരണം ഒന്നായിട്ട് മാറി. അങ്ങനെ ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. സഖ്യകക്ഷികൾ പറഞ്ഞാൽ ജപ്പാൻ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്നാ പറഞ്ഞത്. ഈ റേഡിയേഷൻ അതിജീവിക്കാൻ വേണ്ടിയാണ് അവര് ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഭൂമിയുടെ 600 അടി 700 അടി താഴ്ചയിൽ നിന്ന് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് കണ്ടത്, അതിന്റെ അസംസ്കൃത കണ്ടെത്താനായിട്ട് തയ്യാറായി. ഇത് ശാസ്ത്രജ്ഞരായി പറയുന്നത് ഏറ്റവും കൂടുതൽ വളരെ റേറായ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് മറ്റെന്തിനേക്കാൾ മൂല്യമുള്ളൊരു ഒന്നാണ്. സ്വർണത്തിനേക്കാളും മറ്റെന്തിനേക്കാളും റേറായ 64ാമത്തെ മൂലകമാണ്. അവർ ഈ ഭൂമിക്കടിയിൽ നിന്ന് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് അസംസ്കൃത കണ്ടെത്തി അതിനെ നിക്കൽ കോട്ട് ചെയ്ത് ബട്ടൺസിന്റെ വലിപ്പത്തിലാക്കി നാനോ ടെക്നോളജി ചെയ്യാനായിട്ട് അവർക്ക് അപ്പോഴും അറിയാൻ പാടില്ലായിരുന്നു. അവര് ഷർട്ടിന്റെ ബട്ടൺസിലും അവര് മാട്രസിലും പില്ലോ പാഡിലും കളർ ഫ്രെയിമിലും വാച്ചിലും വീട്ടിലിരിക്കുന്ന സീറ്റിലും ചാരിലും അങ്ങനെ എവിടെയൊക്കെ തുന്നി പിടിപ്പിക്കുമോ അവിടെയൊക്കെ തുന്നി പിടിപ്പിച്ച് മാഗ്നറ്റിക് വാട്ടർ കുടിക്കാൻ തുടങ്ങി, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, റെസ്റ്റ് ബാൻഡ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് ഓരോ വീടുകളിൽ അവരുടെ ഇരിക്കുന്ന സീറ്റിലും ചാരിലും ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എവിടെയൊക്കെ ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കാമോ ആ മാഗ്നറ്റ് ഉപയോഗിച്ച് അവർ റേഡിയേഷൻ അതിജീവിച്ചു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് ജപ്പാനിൽ വന്ന മാറ്റമാണ്. റേഡിയേഷൻ അതിജീവിച്ച്
35 വയസ്സ് ശരാശരി ആയുസ് ഉണ്ടായിരുന്ന റഷ്യൻകാരുടെ ഇന്നത്തെ ആയുസ് എത്രയാണെന്ന് അറിയാമോ? 12 ലക്ഷം ജനങ്ങൾ അവിടെയുള്ളു. അവരുടെ ശരാശരി ആയുസ് 90-ന് മേലെയാണ്. 100-120 വയസ്സ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് ഇന്ന് ജപ്പാനിലുണ്ട്. അതിന്റെ ഏക കാരണം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദീർഘായുസുള്ളവർക്കാണ്. ചൈന, ജപ്പാൻ, കൊറിയ, ഈ 3 രാജ്യക്കാർക്കാണ്. ഇന്ത്യയുടെ ശരാശരി ആയുസ് ഇപ്പോഴും 65 ഈ കൊറോണ വന്നതിന് ശേഷം ആയുസ് വീണ്ടും കുറഞ്ഞു. ഇന്ത്യയിൽ ശരാശരി ആയുസ് ഏറ്റവും കുറവുള്ളത് അലോപ്പതി ഡോക്ടേഴ്സിനാണ്. സാധാരണക്കാരനുള്ളതിനേക്കാളും 3 വയസ്സ് കുറവാണ് അലോപ്പതി ഡോക്ടേഴ്സിനുള്ളത്. അപ്പൊ ഇവിടെ ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കാണ്ട് ഒരു വ്യക്തിക്കും ഇനി ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. സെൽ വോൾട്ടേജ് കുറവാണ്, ബയോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ കുറവാണ്. ഹൃദയം ഒരു പ്രാവശ്യം 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് പകരം 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളു. അപ്പൊ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി, മനുഷ്യരാശിയെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യരാശിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ സാഗർ ജോഷി സാറ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ തന്നത്. ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ ഉള്ളതുണ്ട്. പക്ഷെ ഒന്നിനും റിസൾട്ട് ഇല്ല. റിസൾട്ട് ഉള്ളത് 100% റിസൾട്ട് കിട്ടുന്നത് ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇത് നാനോ ടെക്നോളജിയാണ്. ലോകത്തില് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജിയിലാക്കി അത് ചെറുതാകും തോറും വലിപ്പം കൂടും, ചെറുതാകും തോറും അതിന്റെ പവർ കൂടും, ഉപയോഗിക്കാനായിട്ട് എളുപ്പവുമായിരിക്കും. ഇപ്പൊ ഏതാണ്ട് 2000 ആണ്ടില് ജപ്പാൻകാരി ഇതുപോലെ മാഗ്നറ്റിക് ബെഡ് നമ്മുടെ കേരളത്തിൽ 10,000 കണക്കിന് ബെഡ് വിറ്റഴിച്ച് ഏതാണ്ട് 1.5 ലക്ഷം തുടങ്ങി 3 ലക്ഷം വരെ വിലയിരുന്നു. 2000-ല് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ വില 6,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 10 ലക്ഷം രൂപ വിലയുണ്ട് എന്ന് പറയാൻ. ഈ അന്നത്തെ 1 ലക്ഷം രൂപ മൂല്യം ആലോചിച്ച് നോക്കിയേ. അന്നത്തെ 1.5 ലക്ഷം രൂപയ്ക്ക് ഇന്ന് 1.5 കോടി രൂപയ്ക്ക് മേലെ വിലയുണ്ട്. അന്നും ആ 1.5 ലക്ഷം രൂപയ്ക്ക് 10,000 കണക്കിന് മെമ്പേഴ്സ് ആ ബെഡ് വാങ്ങിച്ച് അവർക്കും കുറെ പ്രയോജനങ്ങൾ കിട്ടി. ഇത്രയും പ്രയോജനങ്ങൾ കിട്ടിയില്ല. അപ്പൊ ആ മാട്രസാണ് നമുക്ക് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണിത്. കാരണം ഇന്നത്തെ ഒരു ഡോക്ടറിനെങ്കിലും എഞ്ചിനീയറിംഗ് ശാസ്ത്രജ്ഞനെങ്കിലും ഹൃദയം ഒരു പ്രാവശ്യം മേടിക്കുമ്പോൾ 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളു. അതാണ് അതിന്റെ കാരണം. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല. അതുകൊണ്ടാണ് മനുഷ്യരാശിക്ക് ഡിസോർഡർ വരുന്നതിന്റെ ഏക കാരണം. നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഒരു റെസ്റ്റ് ബാൻഡ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഈ 33 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നമ്മളെ പൾസ് പോയിന്റിൽ ഉള്ളപ്പോൾ നമ്മളെ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന് പ്രവർത്തിക്കാനുള്ള ആ ബയോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ കറക്റ്റ് ആകുന്നുണ്ട്. ഹൃദയം ഒരു പ്രാവശ്യം മേടിക്കുമ്പോൾ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഹൃദയം 1 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ 5 ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിരകളിലേക്ക് ഒഴുകുന്നുണ്ട്. എല്ലാ കോശങ്ങളും ആക്റ്റീവ് ആകുന്നുണ്ട്. എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ ബ്ലഡ് കിട്ടുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ 78 ഓർഗൻ പാർട്സ്, ആധികാരികമായിട്ട് ശാസ്ത്രം പറയുന്നത് 78 ഓർഗൻ പാർട്സ്, ഞാൻ പറയുമ്പോൾ 80 എന്ന് പറഞ്ഞു പോകും. കാരണം 80 ഓർഗൻ പാർട്സ് ഇന്നുവരെ കണ്ടെത്തിയത്. ഈ 80 ഓർഗൻ പാർട്സും വീക്കാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഷുഗർ വരുന്നതിന്റെ കാരണം എന്താണ്? ഷുഗർ വരുന്നതിന്റെ കാരണം പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലുകൾ നശിച്ചു പോകുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ല് നശിച്ചു പോകുന്നത്? പറയും നമ്മള് കാർബോഹൈഡ്രേറ്റുള്ള ആഹാരം കൂടുതൽ കഴിക്കുന്നത് നമുക്ക് ഷുഗർ കൂടുന്നു, മധുരം കൂടുതൽ കഴിക്കുന്നു. അല്ല സുഹൃത്തുക്കളെ, നമ്മളെ കാരണന്മാര് രാവിലെ പഴങ്കഞ്ഞി കഴിച്ചിരുന്നില്ലേ? ഉച്ചക്ക് ചൂടക്കഞ്ഞി കഴിക്കുമായിരുന്നില്ലേ? അതിനുശേഷം 11 മണിക്ക് ചൂടക്കഞ്ഞി കഴിക്കുമായിരുന്നില്ലേ? ഉച്ചക്ക് ചോറ് തിന്നുമായിരുന്നില്ലേ? അത്താഴം വീണ്ടും ചോറ് കഴിക്കുമായിരുന്നില്ലേ? ഇതെല്ലാം ഇരുന്ന് നമ്മളെ കാരണന്മാരുടെ ആഹാരം. അവർക്കാർക്കും രോഗങ്ങൾ വന്നിരുന്നില്ല. അവർ പണിയെടുത്തിരുന്നപ്പോ കിട്ടിയ ഗുണം എന്താണ്? അവരുടെ ശരീരത്തിലെ സെൽ വോൾട്ടേജ് കറക്റ്റ് ആയിരുന്നു. ബയോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ അവർക്ക് സുലഭമായിട്ട് കിട്ടിയിരുന്നു. നമ്മളുടെ ഈ പറയുന്ന പാർട്സ് കംപ്ലൈന്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടണം, ഓക്സിജനുള്ള ബ്ലഡ് കിട്ടണം. നമ്മളെ പാൻക്രിയാസിന്റെ ഓരോ കോശങ്ങൾക്കും ഓക്സിജനുള്ള ബ്ലഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാൻക്രിയാസിന്റെ ഒരു കോശവും ഡാമേജ് ആവും. പാൻക്രിയാസിന്റെ കോശങ്ങൾ ഡാമേജ് ആകുന്നതിന്റെ പ്രധാന കാരണം ഓക്സിജനുള്ള ബ്ലഡ് കിട്ടുന്നില്ല. ബ്ലഡ് സർക്കുലേഷന്റെ ധർമ്മം എന്താണ്? ബ്ലഡ് സർക്കുലേഷന്റെ പ്രധാന ധർമ്മം നമ്മളുടെ ശരീരത്തിലുള്ള 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ഓക്സിജനുള്ള
ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ കോശങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഓക്സിജൻ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ബ്ലഡ് സർക്കുലേഷന്റെ ആദ്യത്തെ ധർമ്മം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തി ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ആരോഗ്യത്തോട് മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യണം. ഇന്ന് 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുള്ളു. ഇനി ശരീരം ഡിസോർഡർ ആകുന്നതിന്റെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു സാധാരണ വ്യക്തി ശ്വസിക്കുമ്പോൾ 30 ഗ്രാം ഓക്സിജൻ ആണ് ശ്വസിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് മില്ലി എന്നാണ് പറയുന്നത്, 80 മില്ലി എന്നാണ് പറയുന്നത്, 50 മില്ലി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഗ്രാം എന്നാണ് പറയുന്നത് കേട്ടാ. ഒരു സാധാരണ വ്യക്തി ഒരു ശ്വസനത്തിലൂടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് 30 ഗ്രാം ഓക്സിജനാണ്. പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഉൽപ്പന്നം അവന്റെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ ഒരു ശ്വസനത്തിൽ അവന് 80 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാം. വളരെ സിമ്പിളാണ്. കാരണം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഉൽപ്പന്നം നമ്മളെ കയ്യിൽ ഉണ്ട് എങ്കിൽ നമുക്ക് 80 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ റിച്ചായി, നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടി. ഇതാണൊക്കെ വളരെ സിമ്പിളാണ് കാര്യം. അപ്പൊ നിങ്ങളുടെ മെഡിക്കൽ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യുന്നത്? നമ്മളെ ഹൃദയത്തിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു. ഒരു പ്രാവശ്യം ഹൃദയം പിടിക്കുമ്പോഴേ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ഒരു മിനിറ്റില് 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ഓക്സിജൻ ഉള്ള ബ്ലഡ് നമ്മളെ ശരീരം മുഴുവനും സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് പവർ കിട്ടുന്നു. എല്ലാ കോശങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു. ഇങ്ങനെ മെഡിക്കൽ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ 30 ഗ്രാമിന് പകരം 80 ഗ്രാം ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. ഇത് ശാസ്ത്രീയമായിട്ട് തെളിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. ഈ 2 കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ് സുഹൃത്തുക്കളെ. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഡിസോർഡർ ഓർഡർ ആക്കാൻ സാധിക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ പറയാറുണ്ട്, എന്താ നിങ്ങളുടെ മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്? ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. എങ്കിൽ അടിസ്ഥാനപരമായിട്ട് സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ ഹൃദയം ഒരു പ്രാവശ്യം പിടിക്കുമ്പോൾ 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നു. നിങ്ങളുടെ മെഡിക്കൽ മാഗ്നറ്റിന്റെ റെസ്റ്റ് ബാൻഡെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പിടിക്കുമ്പോൾ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നു. 30 മില്ലി ബ്ലഡ് 3 ലിറ്റർ പകരം 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു. ഒരു ശ്വാസത്തിൽ സാധാരണ വ്യക്തി 30 മില്ലിഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യുമ്പോൾ റെസ്റ്റ് ബാൻഡ് അവൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ 30 ഗ്രാമിന് പകരം 80 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യുന്നു. അവന്റെ ശരീരത്തിൽ ഓക്സിജൻ. അതുകൊണ്ട് നമുക്ക് ഡെമോ കാണിക്കാൻ പറ്റുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഡെമോ കാണിക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ കോശങ്ങൾ, നമ്മളുടെ ശരീരത്തിന് ആവശ്യം എന്താണ്? ഓക്സിജനാണ്. ഒരു മിനിറ്റ് സമയം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകൂല്ലേ? ഏതാനും നിമിഷം 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ ആ കോശങ്ങൾ ഡെഡായി പോകില്ലേ? കോശങ്ങൾ ഡെഡായ ഓർഗൻ പാർട്സ് ഡെഡായി, ടിഷ്യൂസ് ഡെഡായി, ഓർഗൻ പാർട്സ് ഡെഡായി. ഓർഗൻ പാർട്സ് ഡെഡായുമ്പോ ആ ഭാഗം പടിമുടക്കും. എന്തുകൊണ്ടാണ് നമ്മളെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ഓക്സിജൻ കാരണം രക്തം ഹൃദയത്തിന് കിട്ടുന്നില്ല. ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നുപോകും. എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്? രക്തം തലച്ചോറിന് കിട്ടുന്നില്ല. തലച്ചോറിന്റെ ആ കോശങ്ങൾ ഡാമേജ് ആയി പോകുന്നു, കിറി പോകുന്നു, ശരീരം തളർന്നു പോകുന്നു. വളരെ സിമ്പിളാണ് കാര്യങ്ങള്. എന്തുകൊണ്ടാണ് കിഡ്നി കംപ്ലൈന്റ് ആകുന്നത്? ഓക്സിജൻ കലർന്ന രക്തം കിഡ്നിക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ലിവർ കംപ്ലൈന്റ് ആകുന്നത്? ഓക്സിജൻ കലർന്ന രക്തം കിട്ടുന്നില്ല. വേണ്ട, നമുക്ക് ചെറിയ കാര്യം. ഇപ്പൊ നമ്മളെ മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് നാച്ചുറൽ പെയിൻ കില്ലർ ആണ് നമ്മൾ പറയുന്നത് അല്ലെ? അതിന്റെ സയൻസ് എന്താണ്? നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. എത്ര വലിയ തലവേദന ഉണ്ടെങ്കിലും 20 മിനിറ്റ് കെട്ടി വെച്ചാൽ തലവേദന മാറുന്നുണ്ട്. എവിടെ എത്ര ശക്തമായ വേദന ഉണ്ടെങ്കിലും ആ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന മാറുന്നുണ്ട്. എന്തുകൊണ്ടാ ഇത് നാച്ചുറൽ പെയിൻ കില്ലർ ആയത്? എന്തുകൊണ്ടാ വേദന ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാകുന്നതിന്റെ കാരണം ആ എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ വേദനയുള്ളത് ആ ഭാഗത്ത് ഓക്സിജന്റെ അളവ് കുറവാണ്. അതുകൊണ്ടാണ് അവിടെ വേദന ഉണ്ടാകുന്നത്.
അവിടെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വേദനയുള്ളത്. അപ്പൊ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആ ഭാഗത്ത് വരുമ്പോൾ അവിടെ പരമാവധി ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്, ഓക്സിജൻ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ആ ഭാഗത്ത് ഓക്സിജന്റെ അളവ് കൂടും. ഓക്സിജന്റെ അളവ് കൂടി കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് മാറിപ്പോകും. നാച്ചുറൽ പെയിൻ കില്ലറാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മളെ വേദന മാറുന്നതിന്റെ കാരണം അതാണ്. നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ നീർക്കെട്ടുകൾ ഇല്ലാതാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീർക്കെട്ടുകൾ ഇല്ലാതാകുന്നുണ്ട്? എന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നീർക്കെട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് നീർക്കെട്ട് വരുന്നതെന്ന് മനസ്സിലാക്കിയാലും നീർക്കെട്ടുകൾ ഇല്ലാതാക്കാതെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നീർക്കെട്ട് വരുന്നതിന്റെ കാരണം ഏത് അവയവത്തിലാണോ ഓക്സിജന്റെ അളവ് കുറവ് വരുന്നത് അവിടെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ അവിടെ നീർക്കെട്ട് ഉണ്ടാവും. ഒരു ചികിത്സ ചെയ്താലും ഈ നീർക്കെട്ട് മാറൂല. ആയുർവേദമല്ല, അലോപ്പതി അല്ല, യുനാനി അല്ല, സിദ്ധ അല്ല, എന്ത് ചെയ്താലും കാർബൺ ഡയോക്സൈഡ് തള്ളിക്കളയാനുള്ള ഒരു മരുന്ന് ഇന്ന് വരെ ഒരു വൈദ്യശാസ്ത്രത്തിലും കണ്ടെത്തിയിട്ടില്ല. അതോടെ പ്രശ്നം ഗുരുതരമായിട്ട് കിടക്കും. ഇപ്പൊ മുട്ടുകാലിന് നീരുണ്ട്, നമ്മൾ റിസ്റ്റ് ബാൻഡ് കെട്ടിവെക്കുന്നുണ്ട്, നീ പാഡ് കെട്ടിവെക്കുന്നുണ്ട്, 3 ആഴ്ച കൊണ്ട് ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരിഹരിക്കുന്നുണ്ട്? അവിടെ കെട്ടിക്കിടക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ ഇല്ലാതാക്കാനായിട്ട് ഓക്സിജന് സാധിക്കുന്നുണ്ട്. അവിടെ ഓക്സിജന്റെ അളവ് കൂടുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഇല്ലാതാകുന്നുണ്ട്. അവിടുത്തെ കോശങ്ങളിലേക്ക് രക്തപ്രവാഹം കൂടുന്നുണ്ട്, ഓക്സിജൻ കലർന്ന രക്തം അവിടെ എത്തുന്നുണ്ട്. അവിടെയുള്ള കോശങ്ങൾ ആരോഗ്യമുള്ളതായി മാറുന്നുണ്ട്. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, രോഗത്തെ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളാണ് കാര്യം. എന്തുകൊണ്ടാ മുറിവുകള്, പുറക്കാത്ത വ്രണങ്ങള് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാറുന്നുണ്ട്? എന്തുകൊണ്ടാണ് മാറുന്നത്? എന്താണ് പൊറുക്കാത്ത വ്രണങ്ങളുടെ പ്രശ്നം? എന്താണ് വ്രണങ്ങൾ പൊറുക്കാത്തതിന്റെ കാരണം? എന്താണ് വ്രണങ്ങൾ പൊറുക്കാത്തതിന്റെ കാരണം? അവിടെയുള്ള കോടാനുകോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ല. മലിനമായ രക്തം കെട്ടിക്കിടക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് കെട്ടിക്കിടക്കുന്നുണ്ട്, മറ്റു വിഷാംശങ്ങൾ ടോക്സിൻ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ ടോക്സിൻ കെട്ടിക്കിടക്കുമ്പോഴാ അവിടെ പഴുത്ത വ്രണമാകുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ ടോക്സിനാണ് വൈറസുകളുടെ ആഹാരം. ഇപ്പൊ കൊറോണ വന്ന് കൊറോണ അറ്റാക്ക് ചെയ്താരാണ്? രോഗപ്രതിരോധ സംവിധാനം കുറവുള്ള വ്യക്തികളല്ലേ. രോഗപ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ രോഗപ്രതിരോധ സംവിധാനം? അല്ലെ, നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകോടി രക്തകോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുമ്പോഴാണ് നമ്മളെ ശരീരത്തിലുള്ള കോടാനുകോടി രക്തകോശങ്ങളുടെ ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മളുടെ ആയുധം എന്ന് പറഞ്ഞാല് രക്തകോശങ്ങളുടെ ഓക്സിജനാണ്. രക്തകോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, രക്തകോശങ്ങള് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂട്ടണം. അതിനു വേണ്ടിയിട്ടാണ് വ്യായാമം ചെയ്യാൻ പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് യോഗ ചെയ്യാൻ പറയുന്നത്. 30 മില്ലിക്ക് പകരം 80 മില്ലി ഓക്സിജൻ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യാൻ പറയുന്നത്. എത്ര പേര് ചെയ്യുന്നുണ്ട്? എത്ര പേർക്ക് തുടർന്ന് ചെയ്യാൻ പറ്റും? പക്ഷെ കയ്യിൽ റെസ്റ്റ് വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കില്ലേ? നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ മാട്രസിൽ കിടന്നുറങ്ങാൻ എല്ലാവർക്കും സാധിക്കില്ലേ? നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാടി ചുറ്റു വെച്ച വെള്ളം കുടിക്കാൻ എല്ലാവർക്കും സാധിക്കില്ലേ? നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയില് ഒരുപാട് പേഴ്സണോട് ഇട്ടിട്ടുണ്ട്. അവിടെ മണികണ്ഠനുണ്ട്, ഈച്ചയുണ്ട്, മാലിന്യങ്ങളുണ്ട്, ഒരുപാട് വൈറസുകളുണ്ട്. കാരണം മാലിന്യം എവിടെയുണ്ടോ അവിടെ ദുർഗന്ധമുണ്ടോ, അവിടെ രോഗാണുകളുണ്ടാവും. നമ്മളെ ശരീരത്തിലും ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് വൈറസിന്റെ ഒക്കെ അറ്റാക്ക് ഉണ്ടാക്കുന്നത്, രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. എങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നമുക്ക് തള്ളിക്കളയ? ഓക്സിജൻ റിച്ച് ആകണ ശരീരം. എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആക്കാൻ സാധിക്കും? എങ്ങനെ നമ്മളെ രക്തത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും? അതിനാണ് സുഹൃത്തുക്കളെ നമ്മളെ സാഗർ ജോഷി സാറ് നമുക്ക് വാട്ടർ എനർജി പാട് തന്നിട്ടുള്ളത്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതാണോ ആ വെള്ളം തിളപ്പിക്കാതെ ഒരു ബോട്ടിലിൽ നമ്മൾ ഒഴിച്ചു വെക്കുക. അതിന്റെ പുറത്ത് 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റുള്ള വാട്ടർ എനർജി പാട് ചുറ്റി വെക്കുക. ഏതാണ്ട് 20 മിനിറ്റിനുള്ളിൽ തന്നെ ആ വെള്ളം മാഗ്നറ്റിക് വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. എന്താണ് മാഗ്നറ്റിക് വാട്ടർ? വെള്ളത്തിന്റെ സാന്ദ്രത കുറയുന്നുണ്ട്. വെള്ളം നമുക്കറിയാം ഹൈഡ്രോക്സിജൻ ആണ്, അല്ലെ, സമ്മിശ്രമാണ് വെള്ളം. ആ വെള്ളത്തിന്റെ ആ ഘടനയിൽ മാറ്റം വരുന്നുണ്ട്.
വെള്ളത്തിന്റെ ഘടനയിൽ മാറ്റം വരുന്നുണ്ട്, വെള്ളത്തിന്റെ സാന്ദ്രത കുറയുന്നുണ്ട്. ഈ സാന്ദ്രത കുറഞ്ഞ വെള്ളം മാത്രമേ 37.4 ലക്ഷം കോടി കോശങ്ങളിലേക്ക് ആഗിരണം ചെയ്യുള്ളൂ. കനം കൂടിയ വെള്ളം നമ്മുടെ 37.4 ലക്ഷം കോടി കോശങ്ങളിലേക്ക് ആഗിരണം ചെയ്യില്ല. വെള്ളം കോശങ്ങൾക്ക് അത്യാവശ്യമാണ്. കോശങ്ങളുടെ നിലനിൽപ്പിന് വെള്ളം വേണം. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ കഴുകിക്കളയാൻ വെള്ളം വേണം. കനം കുറഞ്ഞ വെള്ളം വേണം. മാഗ്നറ്റിക് വാട്ടർ വേണം. പ്രകൃതിയിൽ മാഗ്നറ്റിക് വാട്ടർ ഉണ്ട്. ഏതാണ് പ്രകൃതിയിലെ മാഗ്നറ്റിക് വാട്ടർ? നദിയുടെ അടിത്തട്ടിലൂടെ കള്ളകളാരത്തോടെ ഒഴുകുന്ന വെള്ളം ഓക്സിജനുള്ള വെള്ളമാണ്, സാന്ദ്രത കുറഞ്ഞ വെള്ളമാണ്, മാഗ്നറ്റിക് വാട്ടർ ആണ്. ആ വെള്ളം ആണ് നമ്മളെ പൂർവികർ കുടിച്ചിരുന്ന വെള്ളം. ഇന്ന് ആ വെള്ളം നമുക്ക് കിട്ടുന്നില്ല. ആ വെള്ളം നമ്മളെ വീട്ടിൽ നിർമ്മിക്കാൻ പറ്റും. ആ ജീവജലം നമ്മളെ വീട്ടിൽ നിർമ്മിക്കാൻ പറ്റും. അത് നമ്മളുടെ വാട്ടർ അടിച്ചു വെക്കുന്ന വെള്ളമാണ്. ആ അമൂല്യമായ വെള്ളം, ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാവും. ഈ മീറ്റിംഗിന്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ ഊർജ്ജ ശരീരം സജീവമാകുന്നുണ്ട്. നമ്മളെ ഹൃദയം, നമ്മളെ തലച്ചോറ്, നമ്മളെ രക്തം, നമ്മളെ പാൻക്രിയാസ്, നമ്മളെ കിഡ്നി, നമ്മളെ ലിവർ, നമ്മളെ ആമാശയം, അങ്ങനെ നമ്മളെ 13 വ്യവസ്ഥകളും സജീവമാകുന്നുണ്ട് ഈ വെള്ളം കൊണ്ട്. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അതിന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്, ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിജൻ ഉണ്ട്, ഓക്സിജൻ അളവ് കൂടുതലാണ്. ഈ ഓക്സിജനെ വിഘടിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നുണ്ട് ഈ വെള്ളത്തിൽ. ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ എനർജി ലെവൽ കൂടുന്നതിന്റെ കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നുണ്ട്, ജീവജലം കിട്ടുന്നുണ്ട്, മാഗ്നറ്റിക് എനർജി കിട്ടുന്നുണ്ട്. നമ്മളെ ശരീരത്തിന് ആവശ്യം മാഗ്നറ്റിക് എനർജിയാണ്. ഈ മാഗ്നറ്റിക് എനർജിയാണ് മാഗ്നറ്റിക് പവർ മാറുന്നത്. നിങ്ങൾ ഒരു ഗ്ലാസ് മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ബയോമാഗ്നറ്റിക് എനർജി ഉത്പാദിപ്പിക്കാനുള്ള മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് വാട്ടറിന്റെ ഗുണം. അത് നമ്മളെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, രക്തത്തിന്റെ കനം കുറയ്ക്കുന്നുണ്ട്, രക്തത്തിലുള്ള മാലിന്യങ്ങൾ തള്ളിക്കളയുന്നുണ്ട്, നമ്മളെ രക്തത്തിന് ആവശ്യമായ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന്റെ പടയാളികളെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം മനുഷ്യ ശരീരം നിലനിൽക്കാനായിട്ട് 2-3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് മാഗ്നറ്റിക് പവർ വേണം. നമ്മൾ അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഭൂമി സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനാണ് ഭൂമിക്ക് മാഗ്നറ്റിക് പവർ കൊടുത്തത്? എന്തിനാണ് ഈശ്വരൻ നമ്മളെ ശരീരത്തിൽ 4 ഗ്രാം അയൺ കണ്ടന്റ് തന്നത്? നിങ്ങൾ ചിന്തിക്ക്, യുക്തിപൂർവ്വം ചിന്തിക്ക്, ശാസ്ത്രീയമായിട്ട് ചിന്തിക്ക്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഭൂമിക്ക് മാഗ്നറ്റിക് പവർ? എന്തുകൊണ്ട് മനുഷ്യ ശരീരത്തിന് 4 ഗ്രാം അയൺ കണ്ടന്റ്? അയൺ കണ്ടന്റ് കുറവുള്ള വ്യക്തികൾക്ക് വിളർച്ച ഉണ്ടാവും, അവർക്ക് പിത്തുണ്ടാവും. പിത്തുള്ള ആൾക്കാർ മടിയന്മാരായിരിക്കും. പിത്തുള്ള ആൾക്കാർ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? അവരുടെ ശരീരത്തിന് 4 ഗ്രാം അയൺ കണ്ടന്റ് കുറവാണ്. അയൺ കണ്ടന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കില്ല. ഈ അയൺ കണ്ടന്റും ഓക്സിജനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് അയൺ കണ്ടന്റും ഓക്സിജനും തമ്മിലുള്ള ബന്ധം? നമ്മളെ ശരീരത്തിന് 4 ഗ്രാം അയൺ കണ്ടന്റ് ബ്ലഡിന്റെ പ്ലാസ്മയിലാണ്, അയൺ കണ്ടന്റ് ആണ്. അല്ലാണ്ട് അയണല്ല, അയൺ കണ്ടന്റ് എന്നാണ്. എന്തിനാണ് ഈശ്വരൻ ബ്ലഡിന്റെ പ്ലാസ്മയിൽ 4 ഗ്രാം അയൺ കണ്ടന്റും ഈ ഭൂമിയിൽ മാഗ്നറ്റിക് പവർ തന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്, കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. സിമ്പിൾ അല്ലേ? കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഭൂമിയിൽ മാഗ്നറ്റിക് പവർ ഉണ്ട്. നമ്മളുടെ ശരീരത്തിൽ 4 ഗ്രാം അയൺ കണ്ടന്റ് ഉണ്ട്. ഇത് ബ്ലഡിന്റെ പ്ലാസ്മയിലാണ്. ഈ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ നമ്മളെ ബ്ലഡിലുള്ള 4 ഗ്രാം അയൺ കണ്ടന്റിനെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ആകർഷിക്കുമ്പോൾ പുഷ് പുൾ എന്നുള്ള രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ 4 ഗ്രാം അയൺ കണ്ടന്റിന്റെ ധർമ്മം? ഈ 4 ഗ്രാം അയൺ കണ്ടന്റിന്റെ ധർമ്മം ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്വാസകോശത്തിലാണ്. അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് വരുന്നുണ്ട്. ഈ അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് വരുമ്പോൾ അത് ശുദ്ധരക്തം ആഗിരണം ചെയ്ത് ഹൃദയത്തിന്റെ 2 അറകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ശുദ്ധരക്തമാണ് നമ്മുടെ ശരീരം മുഴുവൻ 37.4 ലക്ഷം കോടി കോശങ്ങളിലേക്ക് ഹൃദയം പമ്പ് ചെയ്യുന്നത്. ഈ ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ എന്താണ്?
കാർബൺ ഡയോക്സൈഡ് ഉള്ള രക്തത്തിനെ മാറ്റിക്കൊണ്ട് ഓക്സിജൻ ഉള്ള രക്തത്തിന് ആഗിരണം ചെയ്യുന്നതിനാണ് ശുദ്ധരക്തം എന്ന് പറയുന്നത്. ശുദ്ധരക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. എങ്ങനെയാണ് ഈ ശ്വാസകോശത്തിന് ശുദ്ധരക്തം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ ശ്വാസകോശത്തിന് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്? ശുദ്ധരക്തത്തിന് ശ്വാസകോശത്തിന് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്ത് നമ്മളെ രക്തത്തില് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ മാഗ്നറ്റിക് പവർ വേണം. നമ്മളുടെ ശരീരത്തിലുള്ള 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ കിട്ടിയാൽ മാത്രമേ ശ്വാസകോശത്തിൽ കാർബൺ ഡയോക്സൈഡ് തള്ളിക്കളഞ്ഞ് ഓക്സിജനെ കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മളെ കയ്യിലുള്ളപ്പോൾ ഈ റിസ്റ്റ് ബാൻഡ് നമ്മളെ ശരീരത്തിൽ ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ കൊടുത്തുകൊണ്ട് അത് ശ്വാസകോശത്തില് കാർബൺ ഡയോക്സൈഡ് ഉള്ള മുഴുവൻ കാർബൺ ഡയോക്സൈഡിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 30 ഗ്രാമിന് പകരം 80 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്തുകൊണ്ട് ഓക്സിജൻ കലർന്ന രക്തം നമ്മളെ ശരീരം മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതായി. ഇതൊരു വലിയ സയൻസ് ആണ് കേട്ടോ. ഒരു ദിവസം പറഞ്ഞാലും തീരുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞില്ല. അതിൽ കഴിഞ്ഞ കോർ മീറ്റിംഗിൽ ഇത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറെ നാളായി ഇത് പറഞ്ഞിട്ട്. എന്നോട് പറയണം എന്ന് പറയാൻ ചില ആൾക്കാർ പറയും, അപ്പൊ ഞാൻ പറയും. പറയരുതെന്ന് കുറെ ആൾക്കാർ പറയും. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം ജൂനിയേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡിൽ പോകില്ലെന്നാ പറയണം. എന്തുട്ടാ ഇതിൽ ബുദ്ധിമുട്ടുള്ളത്? ഞാൻ പറഞ്ഞതിൽ എന്താ ബുദ്ധിമുട്ടുള്ളത്? നമ്മളെ ഹൃദയം ഒരു 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 പ്രാവശ്യം മേടിക്കുന്നുണ്ട് 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല. നിയോഡൈമിയം മെഡിക്കൽ മാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ 1 മിനിറ്റ് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവും. ഇത് പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? ഇതല്ലേ ഞാനിവിടെ പറഞ്ഞത്. നമ്മൾ ഒരു പ്രാവശ്യം ശ്വസിക്കുമ്പോൾ 30 ഗ്രാം ഓക്സിജനെ ആഗിരണം ചെയ്യുന്നുള്ളു. അത് ഡോക്ടർ ആണെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാണെങ്കിലും അത്ര പറ്റുന്നില്ല. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് 80 ഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്നത് മനുഷ്യരാശിക്ക് ഡിസോർഡർ ആകുന്നതിന്റെ കാരണം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് മനുഷ്യരാശിക്ക് ഡിസോർഡർ ആകുന്നതിന്റെ കാരണം. ഈ 2 പ്രശ്നങ്ങളെയും ശാസ്ത്രീയമായിട്ട് ഇല്ലാതാക്കാനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന് സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇത്തരം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല്ലേ? ഇതിൽ സയൻസ് ഇരിക്കുന്നത് ആർക്കും ഇത്തരം കാര്യം പറയാൻ പറ്റുന്നത്? ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള വീഡിയോ നമ്മളെ കയ്യിലുണ്ട്. ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യമല്ല, സയൻസാണ് ഞാൻ ഈ പറയുന്നത്. അതിന് വീഡിയോ ഉണ്ട്. ഇത്തരം കാര്യം പറഞ്ഞപ്പോ സിമ്പിൾ അല്ലേ? എന്റെ പൊന്ന് സഹപ്രവർത്തകരെ, ഈ ലോകത്തിലുള്ള 850 കോടി ജനങ്ങളുടെയും ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒരു ഉൽപ്പന്നമാണ് ഇത്. നമ്മളെ ഇന്ത്യയിലുള്ള 145 കോടി ജനങ്ങളുടെയും ആരോഗ്യം നിലനിർത്താനുള്ള, ആയുസ് വർദ്ധിപ്പിക്കാനുള്ള, ഓരോ ഡെവലപ്പ് ചെയ്യാനുള്ള. ഞാൻ കാര്യം വിട്ടുപോയി. നമ്മളെ ശരീരത്തിൽ 7 ചക്രയുണ്ട്, 7 ചക്രയുണ്ട്. ഈ 7 ചക്ര ഡെവലപ്പ് ചെയ്യാനായിട്ട് സന്യാസിമാർക്ക് മാത്രമേ പറ്റുള്ളൂ. എത്രയോ വർഷം ഒരു തപസ്സിരിക്കണമെന്ന് അറിയാമോ? ഈ 7 ചക്ര ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരീരത്തിൽ ഒരു ഓറയുണ്ട്. സാധാരണ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താൽ നമ്മളെ കാണാൻ പറ്റും. പക്ഷെ ജർമ്മക്കാർ വികസിപ്പിച്ച കിർലിയൻ ക്യാമറയുണ്ട്. ഈ കിർലിയൻ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള ഓറ കാണാൻ പറ്റും. എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ മാഗ്നറ്റിക് എനർജിനെയാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഈ ഓറ ആർക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഈശ്വരന്മാരുടെ ഫോട്ടോന് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഈശ്വരന്മാരുടെ ഫോട്ടോന് ചുറ്റും നമ്മൾ ഓറ കണ്ടിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യരായ നമ്മളുടെ ഓറ ഡെവലപ്പ് ചെയ്യും നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ. ഇതൊന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു 10 മിനിറ്റ് നേരം നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന് മുമ്പ് കിർലിയൻ ക്യാമറ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്ക്. 10 മിനിറ്റിൽ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിക്ക്. എന്നിട്ട് ഫോട്ടോ എടുക്ക്. ഓറ ഡെവലപ്പ് ചെയ്യാൻ കാണാൻ സാധിക്കും. ഒരു സന്യാസിക്കും കിട്ടാത്ത ഓറ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നം, ദൈവിക ശക്തി നമ്മളുടെ ശരീരത്തിൽ വളരുന്നുണ്ട്. ഓറ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട് അല്ലെ? ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈശ്വരാംശം നമ്മളിൽ കൂടുന്നുണ്ട്. യൗവനം നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നത്? എന്റെ പ്രിയ സഹപ്രവർത്തകരെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവയവം നമ്മളുടെ തലച്ചോറാണ്. 1300 ഗ്രാം ഭാരം വരുന്ന നമ്മളെ തലച്ചോറാണ് നമ്മളെല്ലാം.
ഈ ഭൂമിയിൽ ഏതാനും ചില ആളുകളുടെ തലച്ചോറാണ് ഈ ഭൂമി ഈ രീതിയിൽ മാറ്റിമറിച്ചത്. ആ ശാസ്ത്രജ്ഞന്മാരുടെ ഭാവന എന്തുകൊണ്ട് നമുക്കില്ല? എന്തുകൊണ്ട് ഭൂമിയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? വേണ്ട, എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നില്ല? അതിന്റെ കാരണം 1300 ഗ്രാം മാത്രം ഭാരം വരുന്ന നമ്മളുടെ തലച്ചോറിന്, അല്ലേ, നമ്മളുടെ തലച്ചോറിന്, അത്ഭുതകരമായ തലച്ചോറിന് ചില കാര്യങ്ങൾ വേണം. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന്റെ 20% തലച്ചോറിന് വേണം. നമ്മളുടെ ഭാരം 60 കിലോ അല്ലെങ്കിൽ 70 കിലോ, തലച്ചോറിന്റെ ഭാരം 1300 ഗ്രാം. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന്റെ അളവ് 20% തലച്ചോറിന് വേണം. നമ്മുടെ തലച്ചോറിന് ഓക്സിജൻ കൂടുതൽ വേണം. നമ്മള് കുടിക്കുന്ന ജീവജലത്തിന് 20% തലച്ചോറിന് വേണം. നമ്മൾ ജീവജലം കുടിക്കുന്നില്ല. പക്ഷേ ഈ വേണ്ടത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ജീവജലം കുടിക്കുന്നുണ്ട്. അപ്പൊ ജീവജലം 20% തലച്ചോറിന് കിട്ടുന്നുണ്ട്. പ്രാണവായു 20% തലച്ചോറിന് കിട്ടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങളിൽ 20% തലച്ചോറിന് വേണം. അങ്ങനെ തലച്ചോറിന് ആവശ്യമായ പ്രാണവായു കിട്ടുമ്പോൾ, തലച്ചോറിന് ആവശ്യമായ ജീവജലം കിട്ടുമ്പോൾ, തലച്ചോറിന് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുമ്പോൾ നമ്മളുടെ ഭാവന ഉണരും, നമ്മളുടെ കഴിവുകൾ ഉണരും. ദൈവീകമായ ഒരുപാട് കഴിവുകൾ നമുക്ക് ഉണ്ടാവും. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നിങ്ങൾക്ക് അസാധാരണക്കാരനാകാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ പെട്ടുപോയ ഒരു കുടുംബത്തിന്റെ അവസാന കണ്ണിയാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചുകൊണ്ട്, ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ സൃഷ്ടിച്ചുകൊണ്ട്, ദാരിദ്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സമ്പന്നത പട്ടുമെത്ത അടുത്ത തലമുറകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ജൈവായിട്ടും. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, ക്ലാസ് ആണ്. ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്റെ പിള്ളേരെയും കൂടെ കേൾപ്പിച്ചോണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ അറിവുകളുണ്ട്, തിരിച്ചറിവുകളാണ് ഇല്ലാത്തത്. അപ്പം ഏറ്റവും വളരെ ബെറ്റർ ആയിട്ട് എന്താണ്, ഏതൊരു ചെറിയ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ MBR സാറ് ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പം സാറിന്റെ സെഷൻ വരുമ്പോൾ നമ്മുടെ സൂമും നോക്കിയാൽ തന്നെ അറിയാം ഒത്തിരി ആൾക്കാർ ഇതിനകത്തോട് ജോയിൻ ആകുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള അറിവുകളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്രയും വിലപ്പെട്ട അറിവുകൾ തന്ന സാറിന് KBCയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു അറിവ് നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എല്ലാവരും എത്തപ്പെട്ടിരിക്കുന്നത്. ഇത് ആരാണോ സീരിയസ് ആയിട്ട് ഇത് ഏറ്റെടുക്കുന്നത് അവർക്ക് എന്താ പറയണ്ടേ, ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ എല്ലാവരിലേക്കും കിട്ടിയിരിക്കുന്നത്. ഇത് ആരാണോ, ഞാൻ പറയില്ല, സീരിയസ്, വീണ്ടും വീണ്ടും ഞാൻ പറയാൻ കാര്യം, ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് വളരെയധികം വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്താണ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൂം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.